ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. ദുൽഖർ സൽമാൻ്റെ കാന്ത എന്ന ചിത്രത്തിൻ്റെ പുതിയ ഒരു ലുക്ക് ഇന്ന് വന്നിരിക്കുകയാണ്. ആ ഒരു പോസ്റ്റർ കാണുമ്പോൾ മിന്നിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്. ദുൽഖറിൻ്റെ കാന്തയുടെ പുത്തൻ പോസ്റ്റർ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഒന്ന് കമൻസിലൂടെ പറയാം. റിലീസ് ചെയ്യാൻ പോകുന്നത് 12-ാം തീയതിയാണ്. അതായത് സെപ്റ്റംബർ 12-നാണ് സിനിമ എത്താൻ പോകുന്നത്. കൃത്യം പറഞ്ഞാൽ 35 ദിവസങ്ങളോളം ബാക്കി നിൽക്കുകയാണ്. ഒരു തമിഴ് സിനിമയായിട്ട് അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. കാരണം തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി ഭാഷകളിൽ ഇറങ്ങുന്ന മലയാളത്തിലെ ഏക നടൻ്റെ ചിത്രം എന്ന് തന്നെ പറയാം. പൂർണ്ണമായിട്ടും ആ ഒരു സിനിമ അങ്ങനെ തന്നെ ഇറങ്ങുന്നത് സ്ഥിരമായിട്ട് അത് ദുൽഖറിൻ്റെ മാത്രമെന്നറിയാം. പല മലയാള സിനിമകളും അങ്ങനെയൊക്കെ പല ഭാഷകളിൽ ഇറങ്ങുന്നെങ്കിലും അവിടെയൊന്നും വലിയ മികവ് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. പക്ഷേ ദുൽഖർ സിനിമകളെല്ലാം തന്നെ എല്ലാ ഭാഷകളിലും മികച്ച പ്രതികരണം ഉണ്ടാക്കുന്ന ചിത്രങ്ങളാണ്. പ്രത്യേകിച്ച് കന്നഡയിലാണെങ്കിലും തമിഴിലാണെങ്കിലും വലിയ രീതിയിൽ മാർക്കറ്റും ഉള്ള നടൻ തന്നെയാണ് ദുൽഖർ. എന്തായാലും കാന്ത എന്ന ചിത്രം റാണ രഘുപതി ദുൽഖറിനെ വെച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പായിരുന്നു. ആദ്യം ഈ ഒരു സിനിമ ഒരു ബയോപിക് എന്നുള്ള മോഡിലാണ് എല്ലാവരും കണ്ടതെങ്കിൽ കഴിഞ്ഞ ദിവസം അതിൻ്റെ ട്രെയിലറൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ സിനിമ മൊത്തത്തിൽ അങ്ങ് ലുക്ക് മാറ്റുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു. IMDbയിൽ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡിലും എത്തി. ഇപ്പോൾ ഒരു മാസം കൂടെ പിന്നിടാൻ നിൽക്കുമ്പോൾ ഗംഭീരമായിട്ടുള്ള ആ ഒരു സോഷ്യൽ മീഡിയ കുതിപ്പാണ് നമുക്ക് ഈ ഒരു സിനിമയെ കാണാൻ കഴിയുന്നത്. എന്തായാലും കാന്തയുടെ പുത്തൻ പോസ്റ്റർ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഒന്ന് വിലയിരുത്താം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. എന്തായാലും സിനിമ ഒരു ഒന്നൊന്നര പടമാകട്ടെ എന്നുള്ളത് നമ്മൾ ആശംസിക്കുകയാണ്. ഗംഭീരമായിരിക്കട്ടെ, മികച്ച ഒരു സിനിമയായിരിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. ഒപ്പം വരുന്ന വർഷത്തെ ദുൽഖർ അല്ലെങ്കിൽ തമിഴ്നാട് സംസ്ഥാന അവാർഡിൽ ദുൽഖർ മുത്തം വെക്കട്ടെ. ഈ പ്രാവശ്യം കന്നഡ സിനിമയിൽ കിട്ടിയതിനേക്കാൾ മുകളിലേക്ക് എത്തട്ടെ, മികച്ച നടനായി തന്നെ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം.